ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. എൻ്റെ മോർണിംഗ് റൊട്ടീനുകളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്നാണല്ലോ പറയണേ. 6 ബദാം തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് തോല് കളഞ്ഞ് കഴിക്കുകയാണ്. ഇനി ചെടികൾക്കും കൂടി വെള്ളം ഒഴിച്ചിട്ട് വരാം കേട്ടോ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് എൻ്റെ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഇന്ന് വളരെ രുചികരമായി പഞ്ഞി പോലത്തെ ഒരു പാൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായി അജ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പൊടി അത്ര ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും എല്ലാവരും എളുപ്പത്തിന് ഇതല്ലേ എടുക്കാറ്. പുട്ടിന് ആവശ്യത്തിനുള്ള പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി പുട്ട് നനച്ചെടുക്കാനായി തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടത്. കുറച്ച് തേങ്ങ ചിരവി കൂടുതൽ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ പുട്ടിൻ്റെ അളവിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി പൊടിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുതിർത്ത് ഒന്ന് അടച്ച് വയ്ക്കണം. സാധാരണ വെള്ളം ഒഴിച്ച് നനയ്ക്കണ പോലെ തന്നെ. ഇത് അല്പസമയം ഇരുന്നാലല്ലേ കുതിർന്ന് വരുള്ളൂ, എല്ലാവർക്കും അറിയാലോ. അതേപോലെ തന്നെ കേട്ടോ. ഒരു 15 മിനിറ്റ് നമുക്കത് അടച്ച് വയ്ക്കാം. ഇനി ഒരു ചെറിയൊരു ക്യാരറ്റ് ഇളയത് എടുത്ത് ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയതാക്കിയിട്ട് കേട്ടോ. ഇതേപോലെ അതൊരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച്, കുറച്ച് മതി കേട്ടോ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ അങ്ങ് ഡ്രൈ ആവണ്ട. അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയാൽ മതി, പച്ചമണം എല്ലാം ഒന്ന് മാറിയിട്ട്. കൂടുതൽ മൂത്ത ക്യാരറ്റ് എടുക്കണ്ട കേട്ടോ. ഞാനൊരു തവണ എടുത്തപ്പോഴേ അത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇളയതെടുത്ത് ഇതേപോലെ കേട്ടോ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർക്കാൻ വെച്ച പുട്ടുപൊടി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ പൊടിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പുട്ടുപൊടി നനയ്ക്കണ അതേ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച്, വേണമെങ്കിൽ അതിലേക്ക് അല്പം പാൽ കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇവിടെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തേക്കും കൂടി പിടിക്കട്ടെ. അപ്പോഴായിരിക്കും പുട്ടുണ്ടാക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവുക. ഇതേപോലെ കണ്ടില്ലേ. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയിട്ട് പൊടിയിട്ട് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല രുചിയാണ് കേട്ടോ, നല്ല സോഫ്റ്റായിട്ട്. ഇതിന് നമുക്ക് കറിയൊന്നും വേണ്ട, പഴവും കൂടി വേണമെന്നില്ല. വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. മറ്റൊരു വീഡിയോയുമായി വരാം.